ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. PG ഡിപ്ലോമ ഇൻ ഫിലോസഫിക്കൽ കൗൺസിലിംഗ് കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുന്നു. ഫിലോസഫി പഠന വകുപ്പിൻ്റെ കീഴിലുള്ള സെൻറ്റർ ഫോർ ഫിലോസഫിക്കൽ കൗൺസിലിംഗ് ആൻഡ് റിസർച്ച് നടത്തുന്ന PG ഡിപ്ലോമ ഇൻ ഫിലോസഫിക്കൽ കൗൺസിലിംഗ് കോഴ്സിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 ഫെബ്രുവരി 10 വരെ നീട്ടിയിരിക്കുന്നു. www.cbcruk.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ലഭ്യമാണ്. ഇനി പരീക്ഷാ ഫലമാണ്. 2023 ജൂലൈയിൽ നടത്തിയ 2, 3, 4 സെമസ്റ്റർ പഞ്ചവത്സര LLB 2011-12 അഡ്മിഷന് മുമ്പ് മേഴ്സിച്ചാണ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മപരിശോധനയ്ക്കും 2024 ഫെബ്രുവരി 13 വരെ അപ്ലൈ ചെയ്യാം. ജർമ്മൻ A1, DSET A1, ജർമ്മൻ A2, ജർമ്മൻ B2 പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് ഫെബ്രുവരി 13 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രം 2023 സെപ്റ്റംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MBA സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ ഡിഗ്രി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. അതുപോലെ ജൂണിൽ നടത്തിയ 7-9 സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര MBA 2015 സ്കീം റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് 2024 ഫെബ്രുവരി 9 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്രാക്ടിക്കൽ വൈവ OC ഡീറ്റെയിൽസ് ആണ്. 2023 ഡിസംബറിൽ നടത്തിയ 5ാം സെമസ്റ്റർ BSc കെമിസ്ട്രി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി 3-4-1 പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 ജനുവരി 30 മുതൽ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തുന്നു. വിശദമായിട്ടുള്ള ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ 2023 ഡിസംബറിൽ വിജ്ഞാപനം ചെയ്ത 5ാം സെമസ്റ്റർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 ഫെബ്രുവരി 5-6 തീയതികളിൽ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തുന്നു. ഡിസംബറിൽ നടത്തിയ അഡ്വാൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ APGD EC പരീക്ഷയുടെ വൈവ OC ഫെബ്രുവരി 12 രാവിലെ 10 മണി മുതൽ പാളയം ക്യാമ്പസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് വെച്ച് നടത്തുന്നു. ഡിസംബറിൽ നടത്തിയ 5ാം സെമസ്റ്റർ CBCSS BSc റെഗുലർ 2023 അഡ്മിഷൻ സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ മേഴ്സിച്ചൻ 15-17 അഡ്മിഷൻ പരീക്ഷയുടെ കെമിസ്ട്രി പോളിമർ കെമിസ്ട്രി കോർ പ്രാക്ടിക്കൽ പരീക്ഷകൾ ഫെബ്രുവരി 7 മുതൽ വിവിധ കോളേജുകളിൽ നടത്തുന്നു. അതുപോലെ 5ാം സെമസ്റ്റർ CBCSS BSc റെഗുലർ 2011 അഡ്മിഷൻ 19-20 സപ്ലിമെൻ്ററി മേഴ്സിച്ചൻ 15-17 ബോട്ടണി ബയോകെമിസ്ട്രി സൈക്കോളജി ഹോം സയൻസ് എന്നീ കോർ പ്രാക്ടിക്കൽ പരീക്ഷകൾ ഫെബ്രുവരി 7 മുതൽ വിവിധ കോളേജുകളിൽ നടത്തുന്നു. 2ാം സെമസ്റ്റർ MSc മൈക്രോബയോളജി പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഫെബ്രുവരി 1 മുതൽ 9 വരെ നടത്തുന്നു. 5ാം സെമസ്റ്റർ BPA പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 ഫെബ്രുവരി 5 മുതൽ തിരുവനന്തപുരം ശ്രീ സ്വാതന്ത്ര്യ സംഗീത കോളേജിൽ വെച്ച് നടത്തുന്നു. നവംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc ഹോം സയൻസ് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എക്സെക്ഷൻ എഡ്യൂക്കേഷൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് ആൻഡ് ഡയറ്ററ്റിക്സ് പരീക്ഷകളുടെ പ്രാക്ടിക്കൽ 2024 ജനുവരി 30-31 തീയതികൾ അതാത് കോളേജിൽ നടത്തുന്നു. 2023 നവംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc ബയോടെക്നോളജി പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഫെബ്രുവരി 1-2 തീയതികൾ ഫെബ്രുവരി 5-6 തീയതികൾ അതാത് കോളേജുകളിൽ നടത്തുന്നു. ഇനി പരീക്ഷാ ഫീസാണ്. 2-4-6 സെമസ്റ്റർ BA BSc BCom BBA BCA റീസ്ട്രക്ചർഡ് വെക്കേഷണൽ മേഴ്സിച്ചൻ 2009 അഡ്മിഷൻ ഫെബ്രുവരി 2024 പരീക്ഷകൾക്ക് ഫൈനില്ലാണ്ട് 2024 ഫെബ്രുവരി 9 വരെയും 150 രൂപ ഫൈനോട് കൂടിയിട്ട് 14 വരെയും 400 രൂപ ഫൈനോട് കൂടിയിട്ട് ഫെബ്രുവരി 16 വരെ അപ്ലൈ ചെയ്യാം. ഇനി സീറ്റ് ഒഴിവാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻ ഹിന്ദി പ്രോഗ്രാമിലേക്ക് 2023-24 SC ST കാറ്റഗറിയിൽ സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യത ഹിന്ദി ഒരു വിഷയമായി പഠിച്ച് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. താല്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ജനുവരി 31 മുതൽ രാവിലെ 11 മണിക്ക് കാര്യവട്ടം ക്യാമ്പസിലെ കേരള സർവകലാശാല ഹിന്ദി പഠന വകുപ്പിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 9446183785 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി സൂക്ഷ്മ പരിശോധനയാണ്. 5ാം സെമസ്റ്റർ BTech 2008 സ്കീം 6ാം സെമസ്റ്റർ BTech 2008 സ്കീം എന്നീ പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പ്രസ്തുത പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമായിട്ട് ജനുവരി 31 മുതൽ ഫെബ്രുവരി 2 വരെയുള്ള പ്രവർത്തനങ്ങളിൽ റീവാലുവേഷൻ EJ 7 സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്. സോ ഇന്ന് യൂണിവേഴ്സിറ്റി പ്രസ് റിലീസിൽ വന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇത്രയുമാണ്. കൂടുതൽ ഇൻഫോർമേഷൻ ഒഫീഷ്യലായി വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ആൾസ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.